വയനാട് എന്ന സ്വർഗത്തിലേക്കുള്ള കവാടമാണ് വൈത്തിരി. സഹ്യപർവ്വതത്തിലെ താമരശ്ശേരി ചുരം കടന്ന് സമതലത്തിലേക്ക് കടക്കുമ്പോൾ അതുല്യ കാഴ്ചകളാണ് വൈത്തിരി എന്ന ടൂറിസം ഗ്രാമം നൽകുന്നത്. മഞ്ഞും കാടും തടാകങ്ങളും മലനിരകളുമുള്ള വൈത്തിരിയെ വയനാടിന്റെ മിനിയേച്ചറായി കണക്കാക്കാം. ജലാശയ കാഴ്ചകളാണ് വൈത്തിരിയെ മറ്റു വയനാടൻ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. 2 തടാകങ്ങളും ഒരു ഗോത്രവർഗ ഗ്രാമവും വൈത്തിരിയുടെ ഹൃദയത്തിലുണ്ട്. താമരശ്ശേരി ചുരം കയറിയെത്തുമ്പോൾ ചങ്ങലമരം കാണാൻ ആരും മറക്കാറില്ല. ചുരത്തിന് വഴി കാണിച്ചു നൽകിയ കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പന്റെ പ്രതിമയാണിത്. ചങ്ങലയിട്ട മരം കൂടി ഇവിടെയുണ്ട്. ആദ്യം എന്നൂരിലേക്ക് പോകാം. കേരളത്തിന്റെ ആദ്യ ഗോത്ര പൈതൃക ഗ്രാമ മാതൃകയാണിത്. കരിന്തണ്ടൻ കോളനി ഊരുമൂപ്പനാണ് എന്നൂരിന്റെ സെക്രട്ടറി. പൂക്കോട് വെറ്റിനറി കോളേജിന്റെ കവാടത്തിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ട്. ഓൺലൈനായി ബുക്ക് ചെയ്യണം എന്നൂര് സന്ദർശിക്കാൻ. ട്രിപ്പ് ജീപ്പുകളിൽ കയറി കുന്നിന് മുകളിലേക്ക് പോകാം. 1.8 കിലോമീറ്ററാണ് ദൂരം. എന്നൂരെന്നാൽ എന്റെ ഊര് എന്നത് തന്നെ അർത്ഥം. വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളുടെ മാതൃകകൾ കുന്നിന് മുകളിൽ കുടിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കാറ്റുകൊണ്ടിരിക്കാൻ വെറുമൊരിടം എന്നതിലുപരി ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിലുള്ള സംരംഭമാണ് എന്നൂര്. മുൻപുണ്ടായിരുന്ന പ്രിയദർശിനി എസ്റ്റേറ്റിന്റേതായിരുന്നു ഭൂമി. 25 ഏക്കറിലാണ് ഇപ്പോൾ എന്നൂരുള്ളത്. മൺകുടിൽ പോലെ നിർമ്മിച്ച 10 കുടിലുകൾ ഇവിടെയുണ്ട്. കുന്നുകളിലേക്ക് നടക്കാം. കാറ്റുകൊണ്ടിരുന്ന് ആംഫി തിയേറ്ററിലെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാം. ഗോത്രഗ്രാമങ്ങളിൽ നിന്നുള്ള വിളകളും കലാരൂപങ്ങളും പെയിന്റിങ്ങുകളും വാങ്ങാം. ഏറ്റവും മുകളിൽ നിന്നാൽ ഒരു പക്ഷിക്കണ്ണിലൂടെ എന്നപോൽ ഗ്രാമത്തെ മുഴുവനായും കാണാം. മലയുടെ ചെരിവുകളിൽ കനത്ത ചോലക്കാടുണ്ട്. എന്നൂരിൽ വയനാടിന്റെ അമ്പെയ്ത്ത് പാരമ്പര്യ പ്രകടനങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങൾക്കും അമ്പുകൾ ലക്ഷ്യം പരീക്ഷിക്കാം. മുതിർന്നവർക്ക് 50 രൂപയും ടിപ്പിൽ ഷട്ടിൽ സർവീസിന് 30 രൂപയുമാണ് നിരക്ക്. കുട്ടികൾക്ക് പ്രവേശന ഫീസും ഷട്ടിൽ സർവീസ് ഫീസും 20 രൂപയാണ്. ennooru.co.in എന്ന വെബ്സൈറ്റിൽ നിന്ന് മുൻകൂറായി ടിക്കറ്റുകൾ വാങ്ങാം. പൂക്കോട് തടാകം. വൈത്തിരിയിൽ നിറഞ്ഞ പച്ചപ്പിനടിയിലെ സുന്ദരമായ തടാകമാണ് പൂക്കോട്. 13 ഏക്കറിൽ പരന്നു കിടക്കുന്ന തടാകത്തിലെ ബോട്ടിംഗ് ആണ് അവിസ്മരണീയം. പെഡൽ ബോട്ടുകളിൽ സകുടുംബ യാത്രികർ ഉല്ലസിക്കുന്നു. ശുദ്ധജല തടാകവും കുന്നുകളിലെ പച്ചപ്പും ചുറ്റിനുമുള്ള നടപ്പാതയും പൂക്കോട് തടാകത്തെ സഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനാക്കുന്നു. വാഹനം പാർക്ക് ചെയ്ത് കുറച്ചു ദൂരം നടക്കണം. പച്ചപ്പിന്റെ ഇരുട്ടിലാണ് പൂക്കോട് തടാകത്തിന്റെ കവാടം. കുഞ്ഞു ബോട്ടുകളാണ് കൂടുതൽ. ശരാശരി 6.5 മീറ്റർ താഴ്ചയുണ്ട് തടാകത്തിന്. ബോട്ടിങ്ങിനൊപ്പം പൂക്കോട് തടാകത്തിന് ചുറ്റുമുള്ള നടത്തവും ഏറെ ആസ്വാദ്യകരമാണ്. കാടിന്റെ ഇരുട്ടും പച്ചപ്പും ഈ നടപ്പാത പകർന്നു തരും. കുട്ടികളുമായി തടാകത്തിന്റെ ചുറ്റിനുമുള്ള നടപ്പാതയിലൂടെ നടക്കാം. സുരക്ഷിതമായി കാടിന്റെ അനുഭവം ലഭിക്കുന്ന വാക്ക്വേ ആണിത്. വൈത്തിരിയിൽ നിന്ന് 2 കിലോമീറ്ററാണ് പൂക്കോട് തടാകത്തിലേക്കുള്ള ദൂരം. പാർക്കിംഗ് തടാകത്തിന്റെ കവാടത്തിൽ നിന്ന് മാറിയാണ്. കുറച്ച് നടക്കണം. അതുകൊണ്ട് തന്നെ കുട കയ്യിൽ കരുതണം. തടാകത്തിന് ചുറ്റും നടക്കുമ്പോഴും മഴ കൊള്ളാതിരിക്കാൻ ഇത് ഉപകാരപ്പെടും. കർലാട് തടാകം. വയനാട്ടിൽ ഒരു തടാകത്തിന് മുകളിലൂടെ സിപ്പ് ലൈൻ യാത്ര ആസ്വദിക്കണോ? കർലാട് തടാകത്തിലേക്ക് ഡ്രൈവ് ചെയ്യാം. ഏറ്റവും ഉയരമേറിയ സിപ്പ് ലൈൻ കൂടിയാണ് കർലാടിൽ. ഗ്രാമാന്തരീക്ഷമുള്ള ശുദ്ധജല തടാകത്തിലെ ബോട്ടിംഗും രസകരമാണ്. വൈത്തിരിയിൽ നിന്ന് പടിഞ്ഞാറത്തറയിലേക്കുള്ള പാതയിലാണ് കർലാട് തടാകം. ആമ്പൽ ചെടികൾ നിറഞ്ഞ തടാകം വയനാടിന്റെ 2ാമത്തെ വലിയ ജലാശയമാണ്. 1924 പ്രളയമാണ് ഈ തടാകത്തെ സൃഷ്ടിച്ചത്. 10 ഏക്കറാണ് വിസ്തൃതി. തടാകക്കരയിൽ താമസ സൗകര്യവും ലഭ്യമാണ്. ഏറെ റിസോർട്ടുകളുള്ള വില്ലേജാണ് വൈത്തിരി. വയനാട്ടിലെ നല്ല താമസ സൗകര്യം ആസ്വദിക്കുന്നതിനൊപ്പം ഈ കാഴ്ചകളും യാത്രയിൽ ഉൾപ്പെടുത്താം. ട്രാവൽ നോട്ട്സ്. ജലാശയങ്ങളിൽ ഇറങ്ങരുത്. അടിത്തട്ടിൽ ചതുപ്പ് പോലെ ചെളിയുള്ള ഇടങ്ങളുണ്ടാകാം. അപകടമാണ്.
നടക്കാനിറങ്ങുമ്പോൾ കുട കരുതുക. പലയിടത്തും അട്ടയുണ്ടാകും. ഒരിടത്ത് തന്നെ കാഴ്ചകൾ കാണാൻ കുറേ സമയം നിൽക്കാതിരിക്കുക. ഒരു ചെറിയ സാനിറ്റൈസർ ബോട്ടിലോ ചെറിയ ഉപ്പ് പൊതിയോ കയ്യിൽ കരുതാം. അട്ട കടിച്ചാൽ ഇവ അട്ടയുടെ മുകളിലേക്ക് പ്രയോഗിക്കാം. എന്നൂരിൽ മുൻകൂട്ടി ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക.